ശ്രീജിത്ത് സാർ നമസ്കാരം. മുഖ്യമന്ത്രി പിണറായി വിജയൻ പുതിയൊരു കണ്ടുപിടുത്തം കൂടെ നടത്തിയിട്ടുണ്ട്. അതായത് ശ്രീനാരായണ ഗുരു സനാതന ധർമ്മത്തിനെതിരാണ് എന്നാണ് മുഖ്യമന്ത്രി പറയുന്നത്. സനാതന ധർമ്മത്തിന്റെ പ്രചാരകനായിരുന്ന, ഒരുപാട് ക്ഷേത്രങ്ങൾ പ്രതിഷ്ഠിച്ച, എല്ലാവർക്കും ആരാധനാ സ്വാതന്ത്ര്യം വേണമെന്ന് പറഞ്ഞ, തന്റെ കൃതികളിൽ മുഴുവൻ ദേവീദേവന്മാരെ സ്തുതിച്ച ഒരു മഹാസന്യാസിയെക്കുറിച്ച്, സനാതന ധർമ്മത്തിലെ നീതികേടുകളെക്കുറിച്ച് അല്ലെങ്കിൽ അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരെ പോരാടി എന്നതിന്റെ പേരിൽ അദ്ദേഹം സനാതന ധർമ്മത്തിനെതിരാണെന്നും സനാതന ധർമ്മം ജാതി വ്യവസ്ഥ മാത്രമാണെന്നുമാണ് മുഖ്യമന്ത്രി ഇന്ന് പറഞ്ഞത്. പക്ഷേ ആ വേദിയിൽ തന്നെ വെള്ളാപ്പള്ളി നടേശൻ അതിനെതിരെ പ്രതികരിക്കുകയും ചെയ്തു. മുഖ്യമന്ത്രി എന്തുദ്ദേശിച്ചാണ് ഇത്തരം ഒരു പ്രസ്താവന ഈ ഒരു സമയത്ത് നടത്തിയതെന്നാണ് അങ്ങേക്ക് തോന്നുന്നത്? പാർത്ഥൻ നമസ്കാരം. ഇതിൽ എനിക്ക് തോന്നുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ സുഹൃത്തുക്കളുടെ ഇൻഫ്ലുവൻസ് ഒരുപക്ഷെ ഈ രീതിയിലത്തേക്കുള്ള അബദ്ധങ്ങളൊക്കെ പറയുന്നതിന് നമ്മളെ കൊണ്ടെത്തിക്കും എന്നാണ്. കാരണം ഇന്ന് രാഷ്ട്രീയമായിട്ടാണെങ്കിൽ ശ്രീ പിണറായി വിജയൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് തൊട്ടയൽ സംസ്ഥാനമായിട്ടുള്ള തമിഴ്നാടിൻ്റെ മുഖ്യമന്ത്രി ശ്രീ സ്റ്റാലിനാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രസ്ഥാനം DMK ഏത് രീതിയിലാണ് സനാതന ധർമ്മത്തിനെ കാണുന്നത് എന്ന് നമുക്കറിയാം. ശ്രീ സ്റ്റാലിൻ എങ്ങനെയാണ് കാണുന്നത് എന്ന് നമുക്കറിയാം. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ നിന്ന് തന്നെ വരുന്ന ഉദയനിധി എങ്ങനെയാണ് ഇതിനെ കാണുന്നതെന്ന് നമുക്കറിയാം. അപ്പോൾ അതിൻ്റെ ഒരു മറ്റേ ഈ പെരിയാർ അദ്ദേഹത്തിൻ്റെ ഒരു പ്രതിമ ഇവിടെ അനാച്ഛാദനം ചെയ്യുന്നതൊക്കെ തന്നെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏത് രീതിയിലാണ് സനാതന ധർമ്മത്തിനോട് ഇവരുടെ സമീപനം എന്നുള്ളത് നമുക്കറിയാം. അതിനെ കേരളത്തിൻ്റെ കോണ്ടെക്സ്റ്റിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് കേരളത്തിലുള്ള ഹിന്ദു മതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രചാരകരായിരുന്ന, സനാതന ധർമ്മത്തിൻ്റെ ഏറ്റവും വലിയ പ്രയോക്താക്കളായിരുന്ന വ്യക്തികളെ അവർ സനാതന ധർമ്മത്തിന് വേണ്ടി അല്ല നിലകൊണ്ടത് എന്ന രീതിയിലത്തേക്കുള്ള പുതിയ ഒരു നറേറ്റീവ് സൃഷ്ടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു തുടക്കം എന്ന നിലയ്ക്ക് വേണമെങ്കിൽ ശ്രീ പിണറായി വിജയൻ്റെ പ്രസ്താവനയെ കാണാം. ഇടതുപക്ഷത്തിൻ്റെ ഭാഗമായി നിൽക്കുന്ന പല ആൾക്കാരും സമാനമായ രീതിയിലുള്ള പ്രതികരണങ്ങൾ മുമ്പ് പലപ്പോഴും നടത്തിയിട്ടുണ്ട്. എങ്കിലും ഇങ്ങനെയുള്ള ഒരു ചടങ്ങിൽ വെച്ച് മുഖ്യമന്ത്രി പദത്തിലുള്ള ഒരാൾ അത് പറയുമ്പോൾ അദ്ദേഹം താൻ പറയുന്ന കാര്യങ്ങൾ വസ്തുതാപരമാണോ എന്ന് ചിന്തിക്കേണ്ടുന്ന ഒരു ബാധ്യത കൂടി നിർവഹിക്കേണ്ടതാണ്. അപ്പോൾ അത്തരത്തിലുള്ള യാതൊരു വിധത്തിലുള്ള ബാക്ക്ഗ്രൗണ്ട് ചെക്കോ അതിൻ്റെ ഭാഗമായിട്ടുള്ള എന്തെങ്കിലും ഒരു ഹോംവർക്കോ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല. മറിച്ച് കേട്ടിരുന്ന എന്തോ ഒരു കാര്യമായിട്ട് ശ്രീനാരായണ ഗുരുവിനെ മനസ്സിലാക്കാത്തത് മൂലം അതിനെ തെറ്റിദ്ധാരണാപരമായിട്ട് അദ്ദേഹം അവതരിപ്പിച്ചു എന്നുള്ളതാണ്. ശ്രീനാരായണ ഗുരുവിനെ പറ്റി മനസ്സിലാക്കിയിരിക്കുന്ന ആൾക്കാർക്ക്, അദ്ദേഹത്തിനെ പറ്റി മറ്റുള്ള ആൾക്കാർ എന്ത് പറഞ്ഞു എന്നുള്ളതല്ല, ശ്രീനാരായണ ഗുരുവിൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെപ്പറ്റി അറിയാവുന്ന ആൾക്കാർക്ക്, അദ്ദേഹം എഴുതിയിരിക്കുന്ന പുസ്തകങ്ങളെപ്പറ്റി അറിയാവുന്ന ആൾക്കാർക്ക്, അദ്ദേഹത്തിൻ്റെ പ്രവൃത്തികളെപ്പറ്റി അറിയാവുന്ന ആൾക്കാർക്ക് ഒരിക്കലും അദ്ദേഹം സനാതന ധർമ്മ വിരുദ്ധനായിരുന്നു എന്നുള്ള ഒരു അഭിപ്രായം പോലും പറയാൻ കഴിയില്ല. പിന്നല്ലേ അത് അദ്ദേഹം അതിൻ്റെ പ്രയോക്താവൊന്നുമായിരുന്നില്ല എന്ന രീതിയിലത്തേക്ക് പറയുന്നത്. അപ്പോൾ അതിനർത്ഥം അദ്ദേഹത്തിൻ്റെ ഒരു ലാക്ക് ഓഫ് എഡ്യൂക്കേഷൻ. മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയന് നമ്മുടെ ശ്രീനാരായണ ഗുരുവിനെക്കുറിച്ച് കാര്യമായിട്ടൊന്നും അറിയില്ല എന്ന് മാത്രമേ ആ പ്രസ്താവനയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയൂ. അപ്പോൾ താങ്കൾ തന്നെ തുടക്കത്തിൽ സൂചിപ്പിച്ച ചില കാര്യങ്ങളുണ്ട്. ഹിന്ദു ദേവതകളെക്കുറിച്ച്, ദേവീദേവന്മാരെക്കുറിച്ച് ഒക്കെ തന്നെ ശ്രീനാരായണ ഗുരു ഏത് രീതിയിലാണ് പറഞ്ഞിരുന്നത്, എഴുതിയിരുന്നത് എന്നതിനെക്കുറിച്ച് നമുക്കറിയാവുന്നതുപോലെ ശ്രീനാരായണ ഗുരു തന്നെ ഒരു എനിക്ക് തോന്നുന്നു ഒരു 30-ലധികം ക്ഷേത്ര പ്രതിഷ്ഠകൾ അദ്ദേഹം നടത്തിയിട്ടുണ്ട്. അപ്പോൾ അതിൽ തന്നെ ചില ക്ഷേത്ര പ്രതിഷ്ഠകളൊക്കെ തന്നെ അതിൻ്റെ സാഹചര്യം കൊണ്ടൊക്കെ തന്നെ വലിയ രീതിയിലത്തേക്കുള്ള പ്രചാരമൊക്കെ നേടിയിട്ടുണ്ട്. അതിനെ പിന്നീട് പല തെറ്റായിട്ടുള്ള കഥകൾ, വ്യാജ നിർമ്മിതികളൊക്കെ ചേർത്തുകൊണ്ട് അതിനെ പൊലിപ്പിക്കാനായിട്ട് ശ്രമിച്ചിരിക്കുന്ന ആൾക്കാരുമുണ്ട്. ഉദാഹരണത്തിന് കളവങ്കോട് കണ്ണാടി പ്രതിഷ്ഠയുണ്ട്. അപ്പോൾ കളവങ്കോട് കണ്ണാടി പ്രതിഷ്ഠ നടത്തിയിരിക്കുന്നത് കൺവെൻഷനലായിട്ടുള്ള രീതിയിലല്ല എന്നും, അവിടെ ഒരു ദേവതയല്ല, പകരം അവിടെ കണ്ണാടിയാണ് പ്രതിഷ്ഠിച്ചിരിക്കുന്നത് എന്നും, അതുകൊണ്ട് നിങ്ങൾ ആരെ തൊഴാൻ വരുന്നോ അത് നിങ്ങൾ തന്നെയാണ് എന്ന് മനസ്സിലാക്കണം എന്നുമൊക്കെ പറഞ്ഞുകൊണ്ട് തത്വമസി എന്നുള്ള ഒരു തത്വമാണ് അവിടെ എന്നൊക്കെ പറയുന്ന ആൾക്കാർ, തത്വമസി എന്ന തത്വം എവിടെ നിന്നാണ് വരുന്നത് എന്നുള്ളത് ആദ്യം ചിന്തിക്കുക. അപ്പോൾ അതിന് വൈദികമായിട്ടുള്ള ഒരു പിൻബലമുണ്ടോ ഇല്ലയോ എന്നുള്ളത് അവരാദ്യം ചിന്തിക്കുക. രണ്ടാമത്, അദ്ദേഹം അവിടെ താന്ത്രിക വിധിപ്രകാരം തന്നെയാണ് ആ പ്രതിഷ്ഠ നടത്തിയിരുന്നത് എന്നതിനെപ്പറ്റി മനസ്സിലാക്കുക. അന്ന് ഈ പ്രതിഷ്ഠ നടക്കുന്നതിനോടൊപ്പം തന്നെ പല ഉപദേവതമാർ, അതിൽ സുബ്രഹ്മണ്യൻ ഉൾപ്പെടെയുള്ള ഉപദേവതമാരെ ഗുരുവിൻ്റെ ശിഷ്യന്മാർ തന്നെയാണ് അതേ സമയത്ത് തന്നെ അവിടെ പ്രതിഷ്ഠിച്ചത് എന്നതിനെപ്പറ്റി അദ്ദേഹം മനസ്സിലാക്കുക. അർദ്ധനാരീശ്വര സങ്കല്പം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉണ്ട് എന്നുള്ളത് അദ്ദേഹം അറിയുക. തന്നെയുമല്ല, സനാതനധർമ്മ വിരുദ്ധമോ തന്ത്രശാസ്ത്ര വിരുദ്ധമോ ആയിട്ടായിരുന്നില്ല തൻ്റെ ആ ഒരു പ്രതിഷ്ഠ എന്നതിനെപ്പറ്റി അദ്ദേഹം തന്നെ മറ്റുള്ള ആൾക്കാരോട് വിശദീകരിച്ചിട്ടുണ്ട്. ഇത് കണ്ണാടി എന്നതൊരു പീഠം മാത്രമായിരുന്നുവെന്നും, ആ കണ്ണാടിയുടെ പുറത്ത് അദ്ദേഹം ഓം ശാന്തി എന്ന് ഒരു ശിഷ്യനെ കൊണ്ട് എഴുതിപ്പിച്ചിട്ട്, ഓം എന്ന് പറയുന്നത് തന്നെ പ്രണവമന്ത്രമാണ്, പ്രണവമന്ത്ര പ്രതിഷ്ഠയാണ്, അതായത് പ്രണവ പ്രതിഷ്ഠയാണ് അവിടെ നടത്തിയിരുന്നത് എന്നും കൂടി മനസ്സിലാക്കിയാൽ അത് സനാതനധർമ്മ വിധേയമായിട്ടുള്ള
താന്ത്രിക വിധിപ്രകാരമായിട്ടുള്ള ഒരു പ്രതിഷ്ഠ തന്നെയാണ് എന്ന് മനസ്സിലാക്കാം. പിന്നെ അദ്ദേഹം സ്ഥാപിച്ചിരിക്കുന്ന ക്ഷേത്രങ്ങളിൽ ആ ക്ഷേത്രങ്ങളുടെ ആചാര പദ്ധതികൾ എങ്ങനെയാണ്? നമ്മുടെ ലാർജർ സനാതന ധർമ്മത്തിൽ എങ്ങനെയൊക്കെയാണോ ക്ഷേത്രവിശ്വാസങ്ങളുള്ളത്, എന്തൊക്കെയാണോ അവിടെയുള്ള കർമ്മ പദ്ധതികളുള്ളത്, അതേ രീതിയിൽ തന്നെ അതേ സമ്പ്രദായത്തിൽ തന്നെയാണ് അതെല്ലാം തന്നെ. അപ്പോൾ വേദങ്ങളെക്കുറിച്ച് സനാതന ധർമ്മവുമായി ബന്ധപ്പെട്ട ആൾക്കാർ ഏറ്റവും കൂടുതൽ എതിർക്കുന്നത് എന്തിനൊക്കെയാണ്? വേദങ്ങൾ, ഉപനിഷത്തുകൾ, സ്മൃതികൾ, ശ്രുതികൾ, പിന്നീട് എന്താണ് പറയുക, മറ്റ് ഇതുപോലെയുള്ള പല പുസ്തകങ്ങൾ, ഇതിഹാസങ്ങൾ, ഇതിനെയൊക്കെ തന്നെ തള്ളിപ്പറയുക, മന്ത്രതന്ത്രങ്ങളെ തള്ളിപ്പറയുക, പുരാണ ഇതിഹാസങ്ങളെ തള്ളിപ്പറയുക, ഇതൊക്കെ തന്നെയാണല്ലോ ആൾക്കാർ സാധാരണ പറയുക. പക്ഷെ അങ്ങനെയുള്ള ആൾക്കാർ തന്നെ മനസ്സിലാക്കേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇദ്ദേഹം പഠിച്ചിട്ടില്ലാത്ത വേദമില്ല, ഇദ്ദേഹം പഠിച്ചിട്ടില്ലാത്ത ഉപനിഷത്തുകളില്ല, അദ്ദേഹം വ്യാഖ്യാനം നൽകിയിട്ടില്ലാത്ത ഉപനിഷത്തുകളില്ല, അദ്ദേഹം തന്നെ മന്ത്രങ്ങളും തന്ത്രങ്ങളും പഠിച്ചു എന്നത് മാത്രമല്ല, തന്ത്രവിദ്യ തന്ത്രവിധി അദ്ദേഹത്തിന് അറിയാമായിരുന്നു എന്ന് മാത്രമല്ല, ഇതിൽ അദ്ദേഹം തന്നെ മന്ത്രങ്ങൾ എഴുതിയിട്ടുണ്ട്, അദ്ദേഹം തന്നെ സ്തുതികൾ എഴുതിയിട്ടുണ്ട്, അദ്ദേഹം തന്നെ ശ്ലോകങ്ങൾ നിർമ്മിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി ചെയ്യുകയും അതിൽ പലതിനും സംസ്കൃത ഭാഷ തന്നെ അദ്ദേഹം ഉപയോഗിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവരുടെ എല്ലാവരുടെയും തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട സ്റ്റോറി വില്ലൻ എന്ന് പറയുന്നത് സംസ്കൃതം കൂടിയാണ്. അപ്പോൾ ആ രീതിയിലൊക്കെ തന്നെ ഇതിനെ ഉപയോഗിക്കുകയും പ്രചരിപ്പിക്കുകയും ഒക്കെ ചെയ്തിരുന്ന ഒരു മഹത് വ്യക്തി. അദ്ദേഹം ഏതർത്ഥത്തിൽ നോക്കിയാലും ഒരു പ്രത്യേക സമുദായത്തിലേക്ക് മാത്രമായിട്ട് ചുരുങ്ങേണ്ടുന്ന വ്യക്തിയല്ല, മറിച്ച് സനാതന ധർമ്മത്തിൻ്റെ എല്ലാ കാലത്തെയും ഒരു പ്രയോക്താവ്, അതിൻ്റെ പ്രചാരകൻ എന്ന രീതിയിൽ തന്നെ പ്രതിഷ്ഠിക്കപ്പെടേണ്ടത് ഒരു വ്യക്തിയാണ് ശ്രീനാരായണ ഗുരുദേവൻ എന്ന കാര്യത്തിൽ യാതൊരു വിധത്തിലുള്ള തർക്കവുമില്ല. അത് അദ്ദേഹത്തിനെ അറിയുന്ന ആൾക്കാർക്ക് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കൃതികൾ അറിയുന്ന ആൾക്കാർക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഇനി നിങ്ങൾക്ക് ഏതെങ്കിലും ലൈബ്രറിയിൽ പോയിട്ട് ഗുരു എഴുതിയിരിക്കുന്ന പുസ്തകങ്ങൾ എന്തൊക്കെയാണ് എന്ന് മനസ്സിലാക്കാൻ വല്ല ബുദ്ധിമുട്ടുമുണ്ടെങ്കിൽ, നിങ്ങൾക്കൊരു കമ്പ്യൂട്ടറും ഇൻ്റർനെറ്റും ഉണ്ടെങ്കിൽ ഇതൊക്കെ തന്നെ ഓൺലൈനായിട്ട് ലഭ്യവുമാണ്. ഇതിൻ്റെയൊക്കെ ഔദ്യോഗിക പ്രതികൾ ഓൺലൈനായിട്ട് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് PDF ആയിട്ട് ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതുമാണ്. അപ്പോൾ ഇതൊക്കെ ഒന്ന് വായിച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്ന കാര്യമേ ഉള്ളൂ അദ്ദേഹം എത്രത്തോളം സനാതന ധർമ്മവുമായി ചേർന്ന് നിന്നിരുന്നയാളാണ് എന്ന്. അതോടൊപ്പം തന്നെ ശങ്കര ദർശനത്തിൽ നിന്ന് വ്യത്യസ്തമല്ല എൻ്റെ ദർശനം എന്നുകൂടി അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ ശങ്കരൻ എവിടെയാണ് നിൽക്കുന്നത്? ശങ്കരൻ എന്ന് പറയുന്നത് സനാതന ധർമ്മത്തിൻ്റെ ഏറ്റവും വലിയ പ്രയോക്താവ് എന്ന രീതിയിൽ അറിയപ്പെടുന്നയാളാണ്. അദ്ദേഹത്തിൻ്റെ ദർശനവുമായി എൻ്റെ ദർശനത്തിന് യാതൊരു വിധത്തിലുള്ള വ്യത്യാസവുമില്ല എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു വ്യക്തി, സനാതന ധർമ്മത്തിനെ ഒരിടത്തും വാക്കാലോ പ്രവൃത്തിയാലോ എഴുത്താലോ എതിർത്തിട്ടില്ലാത്ത ഒരു വ്യക്തി, വേദോപനിഷത്തുകളെ നേരത്തെ പറഞ്ഞതുപോലെ പഠിക്കുക മാത്രമല്ല വിശദീകരിക്കുകയും ചെയ്തിരുന്ന വ്യക്തി, സംസ്കൃതത്തിലെ തന്നെ പഠിച്ചെടുത്തതിന് ശേഷം സംസ്കൃതത്തിൽ ശ്ലോകങ്ങളും മന്ത്രങ്ങളും എഴുതിയിരിക്കുന്ന ഒരു വ്യക്തി, തന്ത്രത്തെയോ മന്ത്രത്തെയോ യന്ത്രത്തെയോ തള്ളിപ്പറഞ്ഞിട്ടില്ലാത്ത ഒരു വ്യക്തി എന്ന രീതിയിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹം സനാതന ധർമ്മത്തിൻ്റെ ആ ഒരു ബോക്സിലല്ല എങ്കിൽ നിങ്ങൾ പിന്നീട് ഏത് ബോക്സിൽ അദ്ദേഹത്തിനെ കൊണ്ടുവെക്കും? അദ്ദേഹം ഹോമമന്ത്രങ്ങൾ എഴുതിയിട്ടുണ്ട്, ഒന്നാലോചിച്ച് നോക്കുക. അദ്ദേഹം സ്തുതികൾ എഴുതിയിട്ടുണ്ട്, സുബ്രഹ്മണ്യനെ പ്രകീർത്തിക്കുന്നത് എഴുതിയിട്ടുണ്ട്, ശിവനെ സ്തുതിക്കുന്നത് എഴുതിയിട്ടുണ്ട്, ഭഗവതിയെ വിവിധ രൂപങ്ങളിൽ ഭദ്രകാളിയായിട്ട് ആ രീതിയിലത്തേക്കുള്ളതുണ്ട്. അദ്ദേഹം നടത്തിയിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അനേകം പ്രതിഷ്ഠകളെല്ലാം തന്നെ ദേവീ പ്രതിഷ്ഠകളാണ്. വിനായകാഷ്ടകം അദ്ദേഹം എഴുതിയിട്ടുണ്ട്, ഭദ്രകാളി സ്തുതികളുണ്ട്, വാസുദേവാഷ്ടകമുണ്ട്. ഇങ്ങനെ നിരവധി കാര്യങ്ങൾ എഴുതിയിരിക്കുന്ന ഒരു വ്യക്തിയെ സനാതന ധർമ്മത്തിലല്ലാതെ മറ്റെവിടെയും നിങ്ങൾക്ക് കൊണ്ടുപോയി കെട്ടാനായിട്ട് സാധിക്കുകയില്ല എന്നുള്ളത് ശ്രീ പിണറായി വിജയൻ അറിയാതെ പോയതൊരു പക്ഷേ അദ്ദേഹത്തിൻ്റെ അറിവില്ലായ്മയോ വിവരമില്ലായ്മയോ ഒക്കെ ആയിരിക്കാം. അത് പരിഹരിക്കപ്പെടേണ്ടതാണ്. അതിനെപ്പറ്റി അദ്ദേഹം കൂടുതലായിട്ട് മനസ്സിലാക്കണം. പക്ഷേ ഈ ഇസ്ലാമിസ്റ്റുകളൊക്കെ അങ്ങ് പറഞ്ഞതുപോലെ ഇസ്ലാമിസ്റ്റുകളും ലെഫ്റ്റ് ലിബറലുകളും ഒക്കെ ഇടയ്ക്കിടയ്ക്ക് പറയാറുള്ള ഒരു കാര്യമുണ്ട്. അതായത് സനാതന ധർമ്മത്തിൽ തന്നെ മനുഷ്യന്റെ ഇടപെടൽ മൂലം വന്നിട്ടുള്ള ദുരാചാരങ്ങൾക്കെതിരെ അനാചാരങ്ങൾക്കെതിരെയൊക്കെ ശ്രീനാരായണ ഗുരു വളരെ ശക്തമായി പ്രതികരിച്ചിരുന്നു എന്ന് കരുതി അദ്ദേഹം ഒരു ഹിന്ദു വിരുദ്ധനാണ് അല്ലെങ്കിൽ സനാതന ധർമ്മ വിശ്വാസത്തിനെതിരാണ്, ഇത്തരമൊരു കാര്യമേ ശരിയല്ല, ജാതി എന്ന് പറയുന്ന ഒരു കാര്യത്തെ അത് മാത്രമാണ് ഈ പറയുന്ന സനാതന ധർമ്മത്തിൽ ഉള്ളത് എന്നൊക്കെ പറയുമ്പോൾ ഒരു ഒളിച്ചു കടത്തൽ ശ്രീനാരായണ ഗുരുവിനെ വെച്ച് കുറെ കാലമായി ഇങ്ങനെ ഇവരൊക്കെ നടത്തുന്നുണ്ട്. ഒപ്പം അങ്ങ് പറഞ്ഞതുപോലെ ഈ ഉദയനിധി സ്റ്റാലിന്റെ വാക്കുകൾ, ഈ സനാതന ധർമ്മം ഉന്മൂലനം ചെയ്യപ്പെടേണ്ട ഒന്നാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഈ ലോകാസമസ്ത സുഖിനോ ഭവന്തു എന്ന് പറയുന്നതും അങ്ങ് നേരത്തെ പറഞ്ഞതുപോലെ തത്വമസി എന്ന വാക്യവും എല്ലാം അവനവന്റെ ഉള്ളിലെ ചൈതന്യം തന്നെയാണ് ദൈവം എന്ന് പറയുന്ന ആ ആശയവും ഒക്കെ സനാതന ധർമ്മത്തിൽ നിന്നാണ് വരുന്നത്. ഇതിനെ ഒന്നും മനസ്സിലാക്കാതെ മറ്റുള്ളവരെ ഭിന്നിപ്പിക്കാനുള്ള ഒരു ശ്രമമാണ് ഇവിടെ നടക്കുന്നത് എന്ന് പറയാതിരിക്കാൻ കഴിയില്ലല്ലോ. ഒപ്പം ഈ മുഖ്യമന്ത്രി പിണറായി വിജയന് രാഷ്ട്രീയപരമായിട്ട് ഇപ്പോൾ ഏതെങ്കിലും തരത്തിലൊരു ഇസ്ലാമിസ്റ്റ് പിന്തുണ അല്ലെങ്കിൽ ലെഫ്റ്റ് ലിബറലുകളുടെ പിന്തുണ നഷ്ടപ്പെട്ടു എന്ന തോന്നലിൽ നിന്നായിരിക്കുമോ ഇത്തരമൊരു പ്രസ്താവന ഇപ്പോൾ അദ്ദേഹം നടത്തിയത്? നമുക്ക് സമയം അവസാനിക്കാറായി, വളരെ ചുരുങ്ങിയ വാക്കുകളിൽ. അല്ലാതെ ആ രീതിയിലത്തേക്ക് എന്നതിനപ്പുറത്തേക്ക്, കാരണം അതിൽ തന്നെ അവർ പലപ്പോഴും ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയെ പരസ്യമായിട്ട് വിമർശിക്കുന്നുണ്ട്, വെൽഫെയർ പാർട്ടിയെ വിമർശിക്കുന്നുണ്ട്, SDPIയെ വിമർശിക്കുന്നുണ്ട്. ഇവർക്കൊക്കെ തന്നെ ഒരുപക്ഷെ ഒരു UDF ആഭിമുഖ്യമുണ്ട് എന്ന് തോന്നിയ സമയത്ത് ഇവരെല്ലാം തള്ളിപ്പറയാനായിട്ട് ഇപ്പോൾ ശ്രീ പിണറായി വിജയനും അദ്ദേഹത്തിൻ്റെ പാർട്ടി നേതാക്കളും ഒക്കെ ശ്രമിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്.
അപ്പോൾ ആ രീതിയിലത്തേക്കുള്ള ഒരു അപ്പീസ്മെന്റ് എന്നതിനപ്പുറത്തേക്ക് അതിനല്ല അദ്ദേഹം ശ്രമിക്കുന്നത്. മറിച്ച് ട്രഡീഷണലായിട്ട് CPM-ന്റെ ഏറ്റവും ശക്തമായിട്ടുള്ള വോട്ട് ബാങ്ക് എന്ന് പറയുന്നത് ഈഴവ വിഭാഗമാണ്. അപ്പോൾ ഈഴവ വിഭാഗത്തിലുള്ള ആൾക്കാരോട് അവരുടെ ഏറ്റവും വലിയ ആരാധ്യ പുരുഷനായിട്ട് എല്ലാവരും കാണേണ്ടതാണ്. പക്ഷെ അവർ കൂടുതലായിട്ട് കാണുന്ന ഒരു വ്യക്തിയാണ് ശ്രീനാരായണ ഗുരുദേവൻ എന്നതുകൊണ്ട് തന്നെ ഇത് ലാർജറായിട്ടുള്ള സനാതന ധർമ്മ വിശ്വാസത്തിന്റെ ഭാഗമല്ല, ഗുരുദേവൻ അതിന്റെ പ്രയോക്താവല്ല, അതുകൊണ്ട് നിങ്ങൾ മാറി നിന്നോളൂ എന്ന രീതിയിലത്തേക്കാണ് അതിൽ പറയാതെ പറയുന്ന കാര്യം. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ നേതാവ്, നിങ്ങളുടെ ആധ്യാത്മിക ആചാര്യൻ, അദ്ദേഹം എന്ത് ധർമ്മത്തിനെയാണോ പറഞ്ഞിരുന്നത് അതിനു മുമ്പ് സനാതനം എന്നുള്ള വാക്കുണ്ടായിരുന്നില്ല. അപ്പോൾ നിങ്ങൾ ഈ ഹിന്ദു എന്ന് പറയുന്ന ലാർജർ സെറ്റിന്റെ ഒരു സബ്സെറ്റ് ആകേണ്ടതല്ല, നിങ്ങൾ ഈ സനാതന ധർമ്മത്തിന്റെ ഒരു സബ്സെറ്റ് ആകേണ്ടതല്ല. നിങ്ങൾക്ക് മാർഗദർശിയായ നിങ്ങളുടെ ആത്മീയാചാര്യൻ മറ്റൊരു ധാരയാണ് നിങ്ങൾക്ക് നൽകിയിരിക്കുന്നത്, അതുകൊണ്ട് നിങ്ങൾ മറ്റേതിനെ എതിർക്കുന്ന ആൾക്കാരോടൊപ്പം നിൽക്കൂ എന്ന രീതിയിലത്തേക്ക് പരസ്യമായിട്ട് പറയുകയില്ലേ. അപ്പോൾ അതിനെയാണ് ശ്രീ വെള്ളാപ്പള്ളി അടക്കമുള്ള ആൾക്കാർ എതിർക്കുന്നതും എതിർത്തതിന് ശേഷം സനാതന ധർമ്മത്തിന്റെ പ്രയോക്താവ് തന്നെയായിരുന്നു ശ്രീനാരായണ ഗുരുദേവൻ എന്ന് പറഞ്ഞതും. അപ്പോൾ ഇതിൽ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ കുറേ നാളായിട്ടുള്ള ഒരു കൺസ്ട്രക്റ്റ് ഉണ്ട്. അതായത് ഈ ഹിന്ദുയിസം എന്ന് പറയുന്നത് ഒന്നിച്ച് ഒറ്റ ഗ്രൂപ്പായിട്ട് നിൽക്കാൻ പാടില്ല. തമിഴ്നാട്ടിൽ നടക്കുന്നത് തന്നെയാണ്, പെരിയാറിൻ്റെ കാലത്ത് മുതൽ തന്നെ നടക്കുന്നത് തന്നെയാണ്. ഇത് ഭിന്നിച്ച് നിൽക്കണം. ഇതിൽ ശാക്തേയ വിഭാഗക്കാരുണ്ട്, ശൈവരുണ്ട്, വിഷ്ണുവിനെ ആരാധിക്കുന്നവരുണ്ട്, ദേവിയെ മാത്രം ആരാധിക്കുന്നു, ഇങ്ങനെ പല പല സെക്റ്റുകളായിട്ട് ഇത് നിൽക്കുകയും ഇതിനൊന്നിച്ചൊരു ഹിന്ദുയിസം സനാതന ധർമ്മം എന്നുള്ള യൂണിറ്റി ഉണ്ടാകാതെ ഇരിക്കുകയും ചെയ്യുക എന്നത് ഇതൊരു വോട്ട് ബാങ്ക് സ്വഭാവത്തിലേക്ക് വരാതിരിക്കാനായിട്ടുള്ള ഒരു പ്രിവെൻറ്റീവ് മെഷറാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഓരോന്നാണ്. ഇപ്പോൾ തമിഴ്നാട്ടിൽ നമ്മൾ കണ്ടതല്ലേ, ശിവനെ ആരാധിക്കുന്ന ആൾക്കാർ, ശൈവ വിഭാഗത്തിലുള്ള ആൾക്കാർ സനാതന ധർമ്മത്തിലുള്ളവരല്ല എന്ന രീതിയിലേക്കുള്ള പ്രസ്താവനകളൊക്കെ അവിടെ വരികയും വിവാദമാവുകയൊക്കെ ചെയ്തതാണ്. അപ്പോൾ ഇതിങ്ങനെ മാറ്റി മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഒരു സംഘടിത വോട്ട് ബാങ്കായിട്ട് ഈ ഹിന്ദു സമൂഹം എന്നത് മാറാതിരിക്കും എന്നുള്ള ഒരു സൗകര്യമാണ്. പക്ഷേ ശ്രീനാരായണ ഗുരുദേവൻ അദ്ദേഹത്തിൻ്റെ എഴുത്തുകളിൽ, അദ്ദേഹം പറഞ്ഞിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ പ്രസ്താവനകളിൽ, അദ്ദേഹത്തിൻ്റെ ദൈവചിന്തനം പോലെയുള്ള എഴുത്തുകളിലൊക്കെ തന്നെ അതൊക്കെ ഒരു തവണ വേറെ ഒന്നും വായിക്കേണ്ട കേട്ടോ. ശ്രീനാരായണ ഗുരുദേവൻ്റെ ദൈവചിന്തനം ഒന്നെടുത്ത് വായിച്ചു നോക്കി കഴിഞ്ഞാൽ അതിനെ ഉൾക്കൊള്ളാനായിട്ട് പിണറായി വിജയന് കഴിയുമോ? അതിനെ ഉൾക്കൊള്ളാനായിട്ട് കമ്മ്യൂണിസ്റ്റ് വിശ്വാസമുള്ള ഒരാളിന് കഴിയുമോ? സനാതന വിശ്വാസത്തിന് വിരുദ്ധമായി ചിന്തിക്കുന്ന ഒരാളിന് കഴിയുമോ എന്നുള്ളതിന് മാത്രം മറുപടി പറയാനായിട്ട് ശ്രമിക്കൂ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ശ്രീനാരായണ ഗുരുദേവൻ ഈ നാട്ടിലെ സനാതന ധർമ്മത്തിൻ്റെ പ്രചുര പ്രചാരത്തിന് വേണ്ടി നിലനിന്നിരുന്ന, നാശമില്ലാത്തത് എന്നാണല്ലോ അതിൻ്റെ അർത്ഥം, അതിന് നാശമില്ലാതെ പ്രവർത്തിക്കുന്ന ഒരു ചങ്ങലയിലെ ഏറ്റവും ബലവത്തായിട്ടുള്ള ഒരു കണ്ണിയായി പ്രവർത്തിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം എന്നുള്ളത് മനസ്സിലാകും. അപ്പോൾ അതിനെ അങ്ങനെയല്ല മറ്റു ചിലതായിരുന്നു എന്ന് പറയാനായിട്ട് നിങ്ങൾക്ക് സാധിച്ചേക്കും. പക്ഷെ ഗുരുദേവനെ പറ്റി വായിച്ചിട്ടുള്ള, ഗുരുദേവൻ എന്താണോ ചെയ്തിരുന്നത് എന്നതിനെപ്പറ്റി അറിവുള്ള, അദ്ദേഹത്തിൻ്റെ ലിഖിതങ്ങൾ വായിച്ചിരിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം സനാതന ധർമ്മത്തിൻ്റെ എക്കാലത്തെയും ഏറ്റവും മികച്ച ഒന്നാം നിരയിലുള്ള വക്താവായിരുന്നു എന്ന് നിസ്സംശയം പറയാം. എന്തായാലും അങ്ങ് പറഞ്ഞ് അവസാനിപ്പിച്ചെടുത്ത് എല്ലാം ഉണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. അതായത് ദൈവചിന്തനം അഥവാ ദൈവദശകവും ഒക്കെ വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കാവുന്ന കാര്യം മാത്രമേ ഇതിലുള്ളൂ എന്നുള്ളത് അങ്ങ് വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞു. ഇതിലപ്പുറത്തേക്ക് ഒരു വിശദീകരണം ഇതിൽ ആവശ്യമില്ല എന്നാണ് ഞാനും മനസ്സിലാക്കുന്നത്. ജനങ്ങൾ എല്ലാം കാണുന്നുണ്ട്. എന്തായാലും ഈ ചർച്ചയുമായി സഹകരിച്ചതിന് ഒരുപാട് നന്ദി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.